ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം 23/11/24 നടന്ന LGSൻ്റെ ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് മത്സര പരീക്ഷകൾക്ക് LGS, സെക്രട്ടേറിയറ്റ് OA അങ്ങനെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒറ്റയാനെ കണ്ടെത്തുക. 36, 47, 42, 35. ഇതിൻ്റെ ഉത്തരം 47 കാരണം 47 അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പ്രൈം നമ്പർ എന്ന് പറയും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ 47ൻ്റെ ഘടകങ്ങൾ 1ഉം 47 മാത്രമേ കാണൂ. വേറെ ഒറ്റ ഒരെണ്ണം കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റില്ല, ഘടകങ്ങളുണ്ടാവില്ല. സമയം 36 ഏതൊക്കെയാണ് ഘടകങ്ങളുള്ളത്? 1 ഇരട്ട സംഖ്യയുണ്ട്, 2, 3. 3ഉം 6ഉം കൂടെ കൂട്ടി നോക്കിയാൽ 3, 6, 9. അപ്പോൾ 3ൻ്റെ ഗുണിതമാണെങ്കിൽ അതുകൊണ്ട് പറ്റും. 3, 4, 9, 36, 6, 9, 12, 36ൻ്റെ 18, 36. ഇത്രയും ഘടകങ്ങളുണ്ട്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്, അതായത് കോമ്പസിറ്റ് നമ്പർ. ഇനി 42 നോക്കാം. 42, 1, 42ൻ്റെ ഘടകങ്ങൾ 2, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 തെറ്റ്. 3, 4 കൂടെ കൂട്ടി നോക്കിയാൽ മതി, 6. 3, പിന്നെ 6, 7, 21, 42 അങ്ങനെ അങ്ങോട്ട് പോകും. ഇതിൻ്റെ ഘടകങ്ങൾ 42 ഇത്രയും ഘടകങ്ങളുണ്ട്. 2ൽ കൂടുതൽ ഘടകങ്ങൾ, ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളതിനാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ 47 മാത്രം, ഒന്നും അത് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രൈം നമ്പറാണ്. ഇതാണ് ഉത്തരം. ബാക്കിയെല്ലാം കോമ്പസിറ്റ് നമ്പറാണ്, ഭാജ്യ സംഖ്യകളാണ്. 35, 1, 5, 7, 35. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളവയെ ഭാജ്യസംഖ്യകളെന്ന് പറയുന്നു. 2 ഘടകങ്ങൾ മാത്രം, ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളതിനെ അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. ഇപ്പോൾ ഇവിടെ പ്രൈം നമ്പർ 47 ആണെന്നതുകൊണ്ട് ഒറ്റയാൻ. ഇത് ശരി ഉത്തരം ഏതാണ്? 47. ബാക്കിയെല്ലാം കോമ്പസിറ്റ് നമ്പേഴ്സാണ്. ഇനി 1 ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട്? 1 ലക്ഷം എഴുതുക. 10, 100, 1000, 10000, ലക്ഷം. ഇതിനെ അങ്ങ് 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 1000 കിട്ടും ഉത്തരം. 1000. അല്ലെങ്കിൽ 1 ലക്ഷം എഴുതുക, 2 0 അങ്ങ് മാറ്റിക്കളയുക. പിന്നെ എത്ര കിട്ടുന്ന അത്രയും. 1 ലക്ഷത്തിൽ 1000 നൂറുകളുണ്ട്. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നവയിൽ പൈതഗോറിയൻ ത്രികങ്ങളല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് പൈതഗോറിയസ് തിയറം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഒരു കോണളവ് 90 ഡിഗ്രി ആയിരിക്കും, മട്ടത്രികോണമായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഏറ്റവും വലിയ സൈഡ് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഏറ്റവും വലിയ സൈഡിൻ്റെ സ്ക്വയർ ഇതിൻ്റെ രണ്ടിൻ്റെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും പൈതഗോറിയൻ ത്രികങ്ങളാണെങ്കിൽ. അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് ചെറിയ 2 സൈഡ് ഏതാണെന്ന് നോക്കാം. ഇവിടെ 8, ഇവിടെ കർണം വരുന്നത് 8 ആണ്. 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ സമം 49 പ്ലസ് 9 സമം 58 ആണ്. 8 സ്ക്വയർ എത്രയാണ്? 64 ആണ്. അപ്പോൾ 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ നോട്ട് ഈക്വൽ ടു 8 സ്ക്വയർ. ഇതാണ് ഉത്തരം. ബാക്കിയും കൂടെ നോക്കാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ സമം 9 പ്ലസ് 16 സമം 25. അടുത്ത മൂന്നാമത്തെ സൈഡ് 5 സ്ക്വയർ സമം 25. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഇത് പൈതഗോറിയൻ ത്രികങ്ങളാണ്. 3ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുന്ന 5ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. അടുത്തത് 5ൻ്റെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ. ഇവിടെ നമ്മുടെ ഉത്തരം ഇതാണ്. ഇത് തുല്യമല്ല, 58ഉം 64 വന്നത്. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 144 സമം 169. 13ൻ്റെ സ്ക്വയർ 169. അതായത് 5 ചെറിയ 2 സൈഡിൻ്റെ സ്ക്വയറുകളുടെ
സം എന്ന് പറയുന്നത് വലിയ സൈഡിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ പൈതഗോറിയൻ ത്രികങ്ങളാണ് ഇതെല്ലാം. ത്രികങ്ങളല്ലാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഇത് രണ്ടും തുല്യമല്ല. 58ഉം 64ആണ് കിട്ടി. 7² + 3² നോട്ട് ഈക്വൽ ടു 8². ഇവിടെ 7² + 24² സമം 49 + 576. അതായത് അത് 25ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. 625 കിട്ടുന്നത്. അപ്പോൾ ഇതും പൈതഗോറിയൻ ത്രികങ്ങളാണിത്. ചെറിയ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ തുകയെന്ന് പറയുന്നത് വലിയ സൈഡിൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. അത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. കർണമാണ് ഇതിൽ ഏറ്റവും വലിയ. അതാണ് പൈതഗോറസ് തിയറം. 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് കർണം. അതിൻ്റെ കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് ചെറിയ വശങ്ങളുടെ സ്ക്വയറുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതാണ് പൈതഗോറിയൻ ത്രികങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇത് തുല്യമല്ലാതെ വന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൈതഗോറിയൻ ത്രികങ്ങളാണ്. 3² എ ബിയുടെ അച്ഛനാണ്. ബിയുടെ അച്ഛനാണ് എ, അതായത് ഫാദർ. പിന്നെ ഡി സിയുടെ സഹോദരനാണ്. ഡി സിയും ഡിയും തമ്മിൽ സഹോദരങ്ങളാണ്, അതായത് ബ്രദറാണ്. പിന്നെ ഈ സിയുടെ അമ്മയാണ്. സിയുടെ അമ്മ, അതായത് ഈ മദറാണ്. സിയുടെ അമ്മയാണ് ഈ. എ ബിയുടെ അച്ഛനാണ്, ഫാദറാണ്. പിന്നെ ഡി സിയുടെ സഹോദരനാണ്, അതായത് ഡിയും സിയും തമ്മിൽ സഹോദരങ്ങൾ. സിയുടെ സഹോദരനാണ് ഡി. ഇനി സിയുടെ അമ്മയാണ് ഇ. ഇനി വേറൊരു ബന്ധം തന്നേക്കുന്നത് നോക്കാം. ബിയും ഡിയും തമ്മിൽ സഹോദരങ്ങളാണ്, അതായത് ബിയും ഡിയും സഹോദരങ്ങളാണെന്ന് പറയാം. ഇവരെല്ലാവരും ഈ 3 പേരും ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ള മക്കളാണ്. അതായത് ബിയുടെ അച്ഛനാണ് എ. ഇനി സിയും ഡിയും തമ്മിൽ സഹോദരങ്ങളാണ് തന്നിട്ടുണ്ട്. ഡി സിയുടെ സഹോദരനാണ്. പിന്നെ ബിയും ഡിയും തമ്മിൽ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിയും സിയും ഡിയും പരസ്പരം സഹോദരങ്ങളാണ്. ഈ 3 മക്കളുടെ അച്ഛനും അമ്മയുമാണിത്. ഈ ബന്ധത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് ഇയും എയും തമ്മിലുള്ള ബന്ധം ഈ എയുടെ ഭാര്യയാണ്. ഈ എന്നത് എയുടെ ഭാര്യയാണ്. അതാ ഉത്തരം, ഭാര്യ. ഈ എയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇത് അച്ഛൻ, ഇത് അമ്മ, 3 മക്കൾ. ബി ഒന്നുകൂടെ വരച്ച് നോക്കാം. ബിയുടെ അച്ഛനാണ് എ, ഫാദർ. ഇനി സിയും ഡിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിയും സിയും തമ്മിൽ സഹോദരനാണ്, ബ്രദറാണ്. ഇനി ബിയും ഡിയും തമ്മിലുള്ള ബന്ധം തന്നിട്ടുണ്ട്. അവരും സഹോദരങ്ങളാണ്. അപ്പോൾ ഇത് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളാണ്. അപ്പോൾ സിയുടെ അമ്മയാണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ട്, മദർ. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കുമുള്ള 3 മക്കൾ, 3 സഹോദരങ്ങളാണിത്. അപ്പോൾ ഇയും എയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ എന്ന് പറയുന്നത് എയുടെ ഭാര്യയാണ്. അതാണ് ബന്ധം, എയുമായിട്ടുള്ള ബന്ധം. FMPQCA ഹോഴ്സ് എന്ന് എഴുതിയാൽ ഈ ILGDCA എങ്ങനെ എഴുതാം? ഇത് എഴുതിയ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ എഫ് കഴിഞ്ഞ് GH ഒരക്ഷരം വിട്ടിട്ട് അടുത്ത അക്ഷരം എഴുതുക. MN കഴിഞ്ഞിട്ട് O, PQ കഴിഞ്ഞിട്ട് R. 1 അക്ഷരങ്ങൾ എഴുതുക. PQ കഴിഞ്ഞിട്ട് R. ഇനി Q കഴിഞ്ഞിട്ട് R കഴിഞ്ഞിട്ട് S. CD കഴിഞ്ഞിട്ട് ഒരക്ഷരം. അതുപോലെ അന്ന് ഇവിടെ എഴുതിയേക്കുന്ന ഹോഴ്സ് ഉണ്ട്. ഇവിടെ IJ കഴിഞ്ഞിട്ട് K, LM കഴിഞ്ഞിട്ട് N, GH കഴിഞ്ഞിട്ട് I, DEF, E കഴിഞ്ഞിട്ട് ആണ് ഇവിടെ ഉള്ളത്. E കഴിഞ്ഞിട്ട് F, CDE, അത് നൈഫ് എന്ന് എഴുതാം. സി കഴിഞ്ഞിട്ട് ഒരക്ഷരം വിട്ടിട്ട് തൊട്ടടുത്ത അക്ഷരം എഴുതരുത്. DE, ഡി കഴിഞ്ഞിട്ട് EF, ഒരക്ഷരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. നൈഫ് എന്ന് എഴുതാം. ഇതിനെ ഇതേ പാറ്റേണിലാണ് ഇത് എഴുതിയേക്കുന്നത്.
റൂട്ട് ഓഫ് എക്സ് ബൈ 221 വില 2 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇങ്ങനെ വന്നാൽ നമ്മൾ വെറുതെ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് ഓഫ് എക്സ് ബൈ 221 എന്ന് പറയുന്ന 2 ആണെങ്കിൽ ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുക, ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുക. ഈ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും അങ്ങ് ക്യാൻസൽ ആയിപ്പോകും. അതായത് എക്സ് ബൈ 221 വില 2 സ്ക്വയർ 4 വരും. ഇനി ഇതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് സമം 4 ഗുണം 221, അതായത് 884 വരും. ഇത് വെറുതെ സ്ക്വയർ ചെയ്യുക, തന്നിരിക്കുന്ന 2 സൈഡും സ്ക്വയർ ചെയ്യുക. ഇത് റൂട്ടും സ്ക്വയറും കൊണ്ട് അങ്ങ് ക്യാൻസലായിട്ട് സ്ക്വയർ റൂട്ട് അങ്ങ് പോകും. സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ട് അങ്ങ് ക്യാൻസലായി പോകും. എക്സ് ബൈ 221 സമം 4. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സമം 4 ഗുണം 221, 884. അടുത്തത് എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യകൾ എക്സ് വൈ വൈ, എക്സ് ഇൻറ്റു വൈ, എക്സ് പ്ലസ് വൈ, എക്സ് റൈസ് ടു വൈ. നമുക്ക് 2 ഒറ്റ സംഖ്യകൾ എടുത്ത് നോക്കാം. 3, 5. 3, 5, അതായത് 3/5 അത് എക്സ് ബൈ വൈ. എക്സും വൈ 2 ഒറ്റ സംഖ്യ എടുത്ത് നോക്കി, അപ്പോൾ അത് ഇരട്ട സംഖ്യ അല്ല. ഇനി 3 ഗുണം 5 എക്സ് ഇൻറ്റു വൈ, അത് ഒറ്റ സംഖ്യയാണ്, അപ്പോൾ അതുമല്ല. ഇതുമല്ല. ഇനി 3 പ്ലസ് 5, അതായത് 8 എക്സും വൈയും കൂടെ കൂട്ടുന്നത്, അത് ഇരട്ട സംഖ്യയാണ്. എപ്പോഴും ഇപ്പോൾ 1, 3 എടുത്ത് നോക്കാം. 1, 3 കൂടെ കൂട്ടിയാൽ ഇരട്ട സംഖ്യ 4. 1/3 ഇരട്ട സംഖ്യയല്ല. 1 × 3 രണ്ടും കൂടെ ഗുണിച്ചാൽ ഇരട്ട സംഖ്യയല്ല. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 + 3 ഇരട്ട സംഖ്യയാണ്. ഈ ഓപ്ഷൻ സി ആണ് ഉത്തരം. തുക കാണുക. 3 + 6 + 9 + എക്സെട്ര 90. ഇതിനെ നമുക്ക് 3 × 1 + 3 × 2 6 വരാം, പ്ലസ് 3 × 3 പ്ലസ് എക്സെട്ര പ്ലസ് 3 × 30 എഴുതാം. ഇതിനെല്ലാത്തിൽ നിന്ന് 3 ഈ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര? 1 + 2 + x 3 പ്ലസ് എക്സെട്ര പ്ലസ് 30. 3 എല്ലാത്തിൽ നിന്ന് വെളിയിലെടുക്കുക. ഇവിടെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന് ഒരു ഫോർമുല ഉണ്ട്. 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് n-ന് n × n + 1/2. ഇപ്പോൾ ഇത് ഈ മോഡലായല്ലോ. 3 ഗുണം ഇവിടെ n 30, 30 × 30 + 1 31/2 15. 15 3 45ഉം 31 കൂടി ഇൻറ്റു ചെയ്ത് എഴുതുക. 1395 വരും ഉത്തരം. 1395. ഇവിടെ 3 × 1 3 × 2 3 × 3 എക്സെട്ര 3 × 30 90. അതായത് എല്ലാത്തിൽ നിന്നും 3 ഇങ്ങ് വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 3 × 1 + 2 + 3 പ്ലസ് എക്സെട്ര 30. 1 + 2 + എക്സെട്ര n 1 2 3 എക്സെട്ര n. അതിൻ്റെ സമ്മ് കാണുന്നതിനുള്ള ഫോർമുല n × n + 1/2. n × n + 1/2. ഇവിടെ n-ന് പകരം 30 സംഖ്യകളുടെ തുകയാണ്. 30 × 30 + 1 31/2. 2 30 വെട്ടി 15. 5 3 45, 31 കൂടെ ഗുണിക്കുക. 1395. അപ്പുവിൻ്റെ പ്രായം അമ്മയുടെ പ്രായം. അപ്പുവിൻ്റെ പ്രായം അമ്മയുടെ പ്രായം. അപ്പുവിൻ്റെ പ്രായം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അമ്മയുടെ പ്രായം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്പുവിൻ്റെ പ്രായത്തിന് നമ്മൾ x എന്നെടുക്കുന്നു. അമ്മയുടെ പ്രായം എത്രയാണെന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അതായത് 9 × x 9x. അപ്പുവിൻ്റെ പ്രായം ഏതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നു അതിനെ x എന്ന് എടുക്കുന്നു. അമ്മയുടെ പ്രായം 9 മടങ്ങാണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് 9x. ഇനി 9 വർഷം കഴിയുമ്പോൾ 9 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധം തന്നിട്ടുണ്ട്. 9 വർഷം കഴിഞ്ഞ് അപ്പുവിൻ്റെ പ്രായം എത്രയാകും? x + 9 ആകും. അമ്മയുടെ പ്രായമോ? അമ്മയുടെ പ്രായം 9x-ൻ്റെ കൂടെ 9 വർഷം കഴിയുമ്പോൾ 9 കൂടെ കൂടും. x-ൻ്റെ കൂടെ 9 കൂടി. അമ്മയുടെ പ്രായം 9x-ൻ്റെ കൂടെ 9 കൂടി. ഇനി 9 വർഷം കഴിയുമ്പം അമ്മയുടെ പ്രായം 3 മടങ്ങായിട്ട് മാറുന്നൊരു ബന്ധം തന്നിട്ടുണ്ട്. അതായത് 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം എത്രയാണ്? 9x + 9 എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മടങ്ങ്. അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? x + 9. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ പ്രായം x + 9. x ആണെന്ന് ഇരിക്കേണ്ടത് എടുത്തല്ലേ.
അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ പ്രായം x+9 ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ x എന്ന് എടുക്കുന്നു. അപ്പുവിൻ്റെ പ്രായമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് x എന്ന് അപ്പുവിൻ്റെ പ്രായം എടുത്തു. അപ്പോൾ അമ്മയുടെ പ്രായം എത്രയാണ്? ഒരു ബന്ധം തന്നിട്ടുണ്ടല്ലോ, 9 മടങ്ങ് 9x. ഇനി 9 വർഷം കഴിഞ്ഞാലുള്ളതാ പറയുന്നത് അപ്പുവിൻ്റെ പ്രായം എത്ര ആകും? x എന്നുള്ളത് 9 കൂടെ കൂടും, x+9. അമ്മയുടെ പ്രായമോ 9x എന്നുള്ളത് പിന്നെ 9 വർഷം കൂടെ കഴിയുമ്പോൾ 9 കൂടെ കൂടും. അതായത് 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ പ്രായം x+9, അമ്മയുടെ പ്രായം 9x+9. അതായത് 9 വർഷം കഴിഞ്ഞാലൊരു ബന്ധം തന്നിട്ടുണ്ട്. അതായത് അമ്മയുടെ പ്രായം 3 മടങ്ങാകും. അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തേക്കാൾ 3 മടങ്ങെന്ന് പറയുമ്പോൾ ഇവിടെ അപ്പുവിൻ്റെ പ്രായം എഴുതുക. ഞാൻ 3 മടങ്ങ്, അതായത് 3 ഗുണം x+9, അതായത് 9x + 9 3 ഇതിനകത്തോട്ട് കയറ്റി കുടിക്കണം. 3x + 27. ഇനി x എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം, സംഖ്യ ഒരു സൈഡിൽ കൊണ്ടുപോകാം. 9xൽ നിന്ന് ഈ 3x ഇപ്പുറം വരുമ്പോൾ -3x ആകും. സമം ഇവിടെ 27 ഉണ്ട്, ഈ 9 ഇപ്പുറം വരുമ്പോൾ -9. 9xൽ നിന്ന് 3x പോയാൽ 6x ഒരേറ്റമാണ്. സമം 18. 6x 18 ആയാൽ x എത്രയാണ്? 18/6. കൂടെ കിടക്കുന്ന 6 കൊണ്ട് ഹരിക്കുക. 3 വരും ഉത്തരം. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? 3. ഒരിക്കൽ കൂടി പറയാം. പ്രായം അമ്മയുടെ പ്രായം, മദറിൻ്റെ പ്രായം അപ്പുവിൻ്റെ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അമ്മയുടെ പ്രായം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്പുവിൻ്റെ പ്രായത്തിന് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിന് നമ്മൾ x എടുക്കുന്നു. അപ്പോൾ അമ്മയുടെ പ്രായം 9 മടങ്ങാൻ തന്നിട്ടുണ്ട്. അതായത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ് 9x. ഇനി ആഫ്റ്റർ 9 years 9 വർഷം കഴിഞ്ഞ് 9 വർഷം കഴിയുമ്പോഴുള്ള ഒരു ബന്ധം തന്നിട്ടുണ്ട്. 9 വർഷം കഴിഞ്ഞ് എന്താ ബന്ധം? 9 വർഷം കഴിയുമ്പം അപ്പുവിന് എത്ര പ്രായമാകും? ഈ എക്സിൻ്റെ കൂടെ 9ഉം കൂടെ കൂടും. അമ്മയ്ക്കോ അമ്മയുടെ പ്രായവും കൂടുമല്ലോ. ഈ 9xൻ്റെ കൂടെ 9 കൂടെ കൂടും. അപ്പുവിൻ്റെ പ്രായം 9 കൂടി, അമ്മയുടെ പ്രായം 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായവും 9 കൂടി. ഇനി 9 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണെന്ന് തന്നിട്ടുണ്ട്. 9 വർഷം കഴിയുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം എത്രയാണ്? 9x + 9, അതായത് 3 × അപ്പുവിൻ്റെ പ്രായം. അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? 9 വർഷം കഴിയുമ്പോൾ x+9, അതായത് 9x + 9 സമം 3 ഗുണം x+9. 3 ഇട്ട് അതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. 3x + 3 × 9 27. 9x + 9 3x + 27 ആണ്. ഇനി x ഒരു സൈഡിൽ കൊണ്ടുപോകാം, സംഖ്യയെല്ലാം ഒരു സൈഡിലാക്കുക. 9x ഈ 3x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ സമചിഹ്നത്തിൻ്റെ ഇടതുവശത്തോട്ട് വരുമ്പോൾ -3x ആകും. സമം ഇവിടെ ഒരു 27 ഉണ്ട്, ഈ +9 ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ വലത്ത് സൈഡിൽ വരുമ്പോൾ -9 ആകും. അതായത് 9xൽ നിന്ന് 3x പോയാൽ 6x. 6x സമം 27 9 പോകെ 18. 6xൻ്റെ ഇത് 18 ആയാൽ x എന്ത് വരും? 18 കൂടെ കിടക്കുന്ന 6 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക 3. അപ്പോൾ അപ്പുവിൻ്റെ വലിയ ഭിന്നസംഖ്യ ആയിരുന്നു ചോദ്യം. വലിയ ഭിന്നസംഖ്യ, അതായത് 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 പോയിന്റ് സംതിങ് വരും. 13ൽ 11 ഒരു തവണ, പിന്നെ 1 പോയിന്റ് ശിഷ്ടം 2 വരും. ഇവിടെ 113ൽ 111 വരുമ്പോൾ 1 പോയിന്റ് വരും. അതേസമയം 5 5 3 15 ഇവിടെ 3 പോയിന്റ് സംതിങ് വരും. അപ്പോൾ വെറുതെ ഹരിച്ച് നോക്കിയാൽ മതി, ഇതാണ് ഉത്തരം. ഇതെല്ലാം 1 പോയിന്റ് സംതിങ് ആയുള്ളൂ, ഇത് 3 പോയിന്റ്. ഇത് വെറുതെ അങ്ങ് ഹരിച്ച് നോക്കിയാൽ മതി. 1.1 × 1.11, അതായത് 111നെ 11 വെച്ച് ഗുണിക്കുക. 1221 വരും 11 വെച്ച് ഗുണിക്കുമ്പോൾ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 സ്ഥാനം വേണം ആകെ. 1 2 3 1.221. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ ആകെ 3 സ്ഥാനം. ഹൃദയം ഗുണിച്ചിട്ട് ഇടത്തോട്ട് 3 സ്ഥാനം മാറ്റി കുത്തുക. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ്. 1 ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി. ഇത് ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ വലിയൊരു ബന്ധം കാണുന്നില്ല. 1 ക്യൂബിൻ്റെ കൂടെ 1 കൂട്ടി, അത് 2. ഇനി 2 ക്യൂബിൻ്റെ കൂടെ
8 3 11. ഇനി ഇത് 3 ക്യൂബിൻ്റെ കൂടെ 27 5 32. ഇവിടെ 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് അങ്ങനെ ആ പാറ്റേണില്ല. അതിൻ്റെ കൂടെ 1 കൂട്ടി ഇവിടെ 3 കൂട്ടി 5 കൂട്ടി ഈ 2 വീതം കൂട്ടി അതായത് ഒറ്റ സംഖ്യകൾ. ഇവിടെ 1 ക്യൂബ് പ്ലസ് 1 2 ക്യൂബ് പ്ലസ് 3 3 ക്യൂബ് പ്ലസ് 5 ഇനി 4 ക്യൂബ് വരണം. ഇവിടെ 1 കൂട്ടി ഇവിടെ 3 കൂട്ടി ഇവിടെ 5 കൂട്ടി ഇനി ഇവിടെ 7 കൂട്ടേണ്ടത്. അതായത് 64 7 71 വരും ഉത്തരം. 71 ഇവിടുത്തെ ഉത്തരം. അതായത് 1 ക്യൂബ് പ്ലസ് 1 1 2 2 ക്യൂബ് പ്ലസ് 3 8 3 11 3 ക്യൂബ് പ്ലസ് 5 27 5 32. ഇനി അടുത്തത് അപ്പോൾ ഇതേ പാറ്റേണിൽ പോയാൽ ഈ പാറ്റേണിലാണ് ഈ സൈഡിൽ പോയാൽ 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് അടുത്ത 4 ക്യൂബ് വരും. ഇവിടെ 1 കൂട്ടി ഇവിടെ 3 കൂട്ടി ഇവിടെ 5 കൂട്ടി ഇവിടെ 7 കൂട്ടി 71 വരും. ഈ 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം ഏതെന്നാണ് ചോദ്യം. ഇങ്ങനെ വന്നാൽ 2024 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ ശിഷ്ടം 0 വരുന്നതെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടണം. തന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. അത് കാണാൻ പഠിക്കുക. അതായത് 2052 നമ്മുടെ ഇവിടുത്തെ ഉത്തരം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നെങ്കിൽ 28 കൂട്ടുക. ശിഷ്ടം 1 വരുന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂടെ കൂട്ടുക. ശിഷ്ടം 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 3 വരുന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. ഇത് ബൈഹാർട്ടാക്കി വെക്കുക. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം എന്ന് ചോദിച്ചാൽ പിന്നെ 4 കൊണ്ട് ഹരിക്കുക. 2024 ശിഷ്ടം 0 കിട്ടുന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. 2024 കൂടെ 28 കൂട്ടിയ 2052 നമ്മുടെ ഇവിടുത്തെ ഉത്തരം. ഇവിടെ 2-3 കേസ് വരുന്നുണ്ട്. ശിഷ്ടം 0 വന്നതെങ്കിൽ 28 കൂട്ടുക. ശിഷ്ടം 1 വന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. ശിഷ്ടം 2 3 വന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. ഡിവിഷൻ എന്നത് ഇൻറ്റുവും മൈനസ് എന്നത് പ്ലസും പ്ലസ് എന്നത് മൈനസും ഇൻറ്റു എന്നത് ഡിവിഷനും ആയാൽ പ്ലസ് എന്നത് ഗുണനം മൈനസ് എന്നത് പ്ലസ് എന്നത് മൈനസ് ഇൻറ്റു എന്നത് ഡിവിഷൻ ആയാൽ ഈ തന്നിരിക്കുന്നത് എഴുതാൻ. ഇവിടെ ഡിവിഷൻ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ഗുണം. 4 ഗുണം 3 മൈനസ് എന്നിടത്ത് പ്ലസ് 2 പ്ലസ് എന്നിടത്ത് 2 ഇവിടെ പ്ലസ് എന്നുള്ളിടത്ത് മൈനസ് 6 ഇവിടെ ഇൻറ്റു എന്നുള്ളിടത്ത് ഡിവിഷൻ 3. അതായത് ഹരിക്കുന്നത് ഒന്ന് ചെയ്യുക. ആദ്യം ചെയ്യുക ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യാം നമുക്ക്. ഡിവിഷൻ ഇവിടെ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഇവിടെ ബ്രാക്കറ്റും ഓഫും ഇല്ല. ഇവിടെ ഡിവിഷൻ 2 പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ഗുണിക്കുന്നത് ചെയ്യാം. പിന്നെ 4 ഗുണം 12 ഇവിടെ പ്ലസ് 2 അതായത് ഈ 2 മൈനസ് 2 കൂടെ അങ്ങ് പോയിട്ട് നമ്മുടെ ഉത്തരം 12 വരും. അതായത് ഡിവിഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഇൻറ്റു കൊടുത്തു 4 × 3 മൈനസ് എന്നുള്ളിടത്ത് പ്ലസ് കൊടുത്തു പ്ലസ് ഇനി +2 പിന്നെ പ്ലസ് എന്നുള്ളിടത്ത് മൈനസ് കൊടുത്തു പിന്നെ ഒരു 6 -6 പിന്നെ ഇൻറ്റു എന്നുള്ളിടത്ത് സംഖ്യ അല്ല അതുപോലെ തന്നെ എഴുതുക. ഇൻറ്റു എന്നുള്ളിടത്ത് ഡിവിഷൻ കൊടുത്തു. ഇനി ആദ്യം ഡിവിഷൻ ചെയ്യുക. അതായത് 6നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 2 പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ബ്രാക്കറ്റ് ഓഫ് ഒന്നുമില്ല. അതായത് 12 പിന്നെ ഇവിടെ ഒരു +2 ഉണ്ട്. ഇവിടെ ഒരു -2 ഉണ്ട്. അപ്പോൾ 2 കൂടെ ക്യാൻസലായിട്ട് നമ്മുടെ ഉത്തരം 12 വരും.
ഒരാൾ ഇവിടുന്ന് എയിന്ന് ബിയിലോട്ട് സഞ്ചരിക്കാൻ 60 km/h വേഗതയിലും തിരിച്ച് ബിന്ന് എയിലോട്ട് സഞ്ചരിക്കാൻ 40 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ എയിന്ന് ബിയിലേക്കുള്ള ദൂരം ബിന്ന് എയിലേക്കുള്ള ദൂരം തുല്യമാണ്. അങ്ങനെ ദൂരം തുല്യമാണ്, വ്യത്യസ്ത സ്പീഡുകളാണ് തന്നതെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. 2s1 s2 s1 പ്ലസ് s2. അതായത് s1 ആദ്യത്തെ സ്പീഡ് s2 രണ്ടാമത്തെ സ്പീഡും ആയാൽ 2s1 s2 ദൂരം ഒരുപോലാണ്. എയിന്ന് ബിയിലേക്കും ബിന്ന് എയിലേക്കും ദൂരം ഒരുപോലാണ്, വ്യത്യസ്ത വേഗതകളുമാകുന്നില്ല. ശരാശരി വേഗത കാണാനൊരു ഫോർമുല ഉണ്ട്. ശരാശരി വേഗത അതായത് 2s1 s2 s1 പ്ലസ് s2. s1 എന്ന് പറയുന്നത് ആദ്യത്തെ 60 km/h, s2 എന്ന് പറയുന്നത് 40 km. രണ്ട് വേഗതയാണല്ലോ. അതായത് 2 ഗുണം 60 ഗുണം 40 60 പ്ലസ് 40. അതായത് 2 ഗുണം 60 ഗുണം 40 100. 44 48 വരും. 48 km/h ആണ് ശരാശരി വേഗത. ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ട് 60 km/h s1 ആദ്യത്തെ സ്പീഡ്. ബിന്ന് എയിലേക്ക് തിരിച്ച് ഒരേ ദൂരമാണ്, വേഗതയ്ക്കാണ് വ്യത്യാസം. ഇങ്ങനെ വന്നാൽ ദൂരം സെയിം ആയാൽ ഒരു ഫോർമുല ഉണ്ട് ശരാശരി വേഗത കാണാൻ. 2s1 s2 s1 പ്ലസ് s2. s1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡ്, s2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ്. ഇങ്ങനെയാണെങ്കിൽ ആ ഫോർമുല അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 60 × 40 60 പ്ലസ് 40 സമം 2 ഇൻറ്റു ഇത് 0 കട്ടായിട്ട് 2 48 വരും. 48 km/h. 48 km/h ശരാശരി വേഗത. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ ദൂരമാണ്. വിറ്റ വില തന്നിട്ടുണ്ട്. സ്കൂട്ടർ വിറ്റ വില എത്രയാണ്? 9250 രൂപ. ഇനി ലാഭം കിട്ടി. ലാഭ ശതമാനം തന്നിട്ടുണ്ട്. ലാഭ ശതമാനം എത്രയാണ്? 15%. അതായത് ഒരു സാധനം വാങ്ങിയ വില നമുക്കറിയത്തില്ല, വാങ്ങിയ വില കണ്ടുപിടിക്കണം. വാങ്ങിയ വിലയും അതായത് വാങ്ങിയ വിലയുടെ 15% ലാഭവും കൂടെ കൂട്ടിയാലാണ് നമുക്ക് വിറ്റ വില കിട്ടുക. അതായത് ഇവിടെ രണ്ടിടത്തും വാങ്ങിയ വില ഇത് പൊതുവായിട്ടുണ്ടാകും, നമുക്ക് ഇനി വെളിയിലെടുക്കാം. 1 + 15% സമം സെല്ലിംഗ് പ്രൈസ് എത്ര? വിറ്റ വില എത്ര തന്നിട്ടുണ്ട്? 9250. അതായത് വാങ്ങിയ വില ഇതിങ്ങനെ എടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 1 + 15 അതായത് 100 + 15/100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ സമം 9250. അതായത് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില ഗുണം 115/100 എന്ന് പറയുന്നത് 9250. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 9250 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 115/100 ഇട്ട് ഹരിക്കണം. അതായത് 9250നെ 100/115 അത് 80 × 100 8000 രൂപയാണ് കിട്ടുന്നത്. ഒരിക്കൽ കൂടി പറയാം ഇതെങ്ങനെയാണെന്ന്. നമുക്ക് വാങ്ങിയ വിലയാണ് കാണേണ്ടത്. അതായത് ആളിന് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 9250 രൂപ കിട്ടി. അതായത് ലാഭം എത്ര ശതമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 15%. അതായത് വാങ്ങിയ വിലയും ആ ലാഭം എത്രയാണോ വാങ്ങിയ വിലയുടെ 15%, അതും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്, വിറ്റ വില കിട്ടുന്നത്. ഇവിടെ വാങ്ങിയ വില ഇവിടെ രണ്ടിടത്തും ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ ഒന്നേ ഉള്ളൂ, ഇതിന് വെളിയിലെടുക്കും. പ്ലസ് 15%, അതായത് 15/100 സമം 9250 തന്നിട്ടുണ്ട്. ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെ 1/100 + 15/100 കോസ്റ്റ് 50. അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 115/100 എന്ന് പറയുന്നത് 9250. അങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന ഈ ഫ്രാക്ഷൻ ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 9250നെ 115/100 വെച്ച് ഹരിക്കുക എന്ന് പറയാൻ തിരിച്ചിട്ട് ഗുണിക്കുക. 9250 ഗുണം 100/115. ഇത് 80 × 100 8000 രൂപ വരും. 0.5 0.25
0.35. ഇതിൻ്റെ LCM കാണാനാണ് പറഞ്ഞേക്കുന്നത്. 0.5 നമുക്ക് 0.50 ഇടാം. വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. 0 കഴിഞ്ഞ് വേറെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ നമുക്കൊരു ഫ്രാക്ഷനാക്കി എഴുതാം. 50/100 2 സ്ഥാനം, അതായത് 100 വെച്ച് ഹരിക്കുക. 25.25 എന്ന് പറയാം. 25/100 35/100. ഇനി ഇതിൻ്റെ ഇങ്ങനെയുള്ളതിന് LCM കാണാൻ പിന്നെ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF, ഫ്രാക്ഷൻ്റെ കാണാമെന്ന HCF. അതായത് അംശങ്ങളുടെ LCM കാണാം നമുക്ക്. 50, 25, 35, 5, 10, 5, 7, 5, 2, 1, 7. അതായത് അംശങ്ങളുടെ LCM എന്ന് പറയുന്നത് 5 ഗുണം 5 ഗുണം 2 ഗുണം 7 350 വരും. 350 ഡിവൈഡഡ് ബൈ 100. ഇതിൻ്റെ ഇതെല്ലാം സെയിം സംഖ്യ ആയതുകൊണ്ട് 100 വെച്ച് ഹരിക്കാം. അതായത് 3. ഈ സംഖ്യയെല്ലാം 100 വെച്ച് നിശേഷമായിരിക്കാം. 3.50 കിട്ടും ഉത്തരം. അതായത് അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF എല്ലാം ഒരേ സംഖ്യയാണ്. 5, 5, 5. അതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 100ൻ്റെ എങ്ങനെ വരും? 100, 100 എല്ലാത്തിലും 100 പോകും. 1, 1, 1 എല്ലാം സെയിം ആണെങ്കിൽ HCF അത് തന്നെ വരും. അപ്പോൾ 350നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി ഇടത്തോട്ട് കുത്തിടുന്നു. അതായത് ഇതിൻ്റെ ഈ ഫ്രാക്ഷൻ്റെ ഇതിൻ്റെ ഈ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 3.50. അതാണ് 3.5. ഒരിക്കൽ കൂടി പറയാം. ഇതിനെ നമ്മൾ ഈ 0.5നെ 0.50 എന്നുണ്ട്. 0.7 എല്ലാത്തിനും 2 സ്ഥാനമാണ്. അതായത് 50/100. ഈ 5.00 ഇട്ടാലും വിലക്ക് വ്യത്യാസം വരത്തില്ല. 0 കഴിഞ്ഞ് വേറെ സംഖ്യയില്ലല്ലോ. 0.25 അതായത് 25/100, 35/100. ഇങ്ങനെ ഫ്രാക്ഷൻ്റെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഈ അംശങ്ങളുടെ LCM കാണുന്നു, അത് 350 കിട്ടുന്നു. ബൈ ഛേദങ്ങളുടെ HCF 100 വെച്ച് തന്നെ പറ്റും. 1, 1, 1. അതായത് എല്ലാം സെയിം സംഖ്യ ആണെങ്കിൽ അതിൻ്റെ HCF എന്ന് പറയുന്നത് ആ ഒരെണ്ണം വരും. 100, 100, 100. 5, 5, 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ HCF 5 തന്നെ. ഇവിടെ 100 വെച്ച് പറ്റും. 1, 1, 1. അതായത് 350/100 2 സ്ഥാനം മാറ്റി കുത്തിടുന്നു. 3.50. ഇവിടെ 1, 2. ഇതിൻ്റെ LCM 3.50. സംഖ്യകളുടെ ശരാശരി 23 തന്നിട്ടുണ്ട്. ഓരോ സംഖ്യയോടും 4 വീതം കൂട്ടിയാൽ കിട്ടുന്ന പുതിയ ശരാശരി എത്രയാണെന്ന് ചോദ്യം. അങ്ങനെ ഓരോ സംഖ്യയോടും ഒരേ സംഖ്യയാണ് കൂട്ടുന്നതെങ്കിൽ നമുക്ക് 23ൻ്റെ കൂടെ 10ൻ്റെ കൂടെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന അറിയാൻ വേണ്ടി 23ൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. 27 ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യുക. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.